AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ എൻവയോൺമെൻറ്റ് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ്. വാട്ടർ ആൻഡ് സോയിൽ, ജലവും മണ്ണും. അപ്പോൾ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. എല്ലാം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ പാട്ടൊന്ന് വായിച്ചു നോക്കിയാലോ. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദർ ഗെയിം ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. ദ സ്കൈ ഡാർക്കൻ ആൻഡ് ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് ran to their homes. Little rain, fresh rain, pitter-patter sounds. Then it became mighty rain. The rain stopped and the clouds vanished. The soil cooled and flowers bloomed. Kuttan joined his friends to play and had enough fun. തക്കതിമിധോ. എന്താണ് അതിൽ പറയുന്നത്? കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി. പെട്ടെന്നയ്യ ചെറുമഴ ചാറി. മാനമിരുണ്ട് വെള്ളിടി പാറി. കുട്ടനും കൂട്ടനും വീട്ടിലേക്ക് ഓടി. ചെറുമഴ, പുതുമഴ, കലപില മേളം. ആ മഴ പിന്നെ പെരുമഴയായി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി. മണ്ണ് കുളിർത്തു, പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടുകാർക്കൊപ്പം കൂടി. ആർത്തു തിമിർത്ത് തകതിമിതോ. അതായത് മഴ പെയ്ത് മഴ തോർന്ന് മണ്ണ് നനഞ്ഞ് അതിൽ പൂക്കൾ വിടർന്ന് അവർ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പാട്ടാണല്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളത്. മക്കളെ, മഴ പെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്ത് ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ റെയിൻ? മഴ പെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ പരിസരത്ത് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? ദ സോയിൽ വെറ്റ് ആൻഡ് ഡ്രെഞ്ച്ഡ്, അതായത് മണ്ണ് നനയും അല്ലേ. അപ്പിയറിങ് സ്മോൾ സ്ട്രീംസ്, അതായത് നീർച്ചാലുകൾ രൂപപ്പെടുന്നു അല്ലേ. പിന്നെ വാട്ടർ ലെവൽ റൈസസ് ഇൻ ദ വാട്ടർ ബോഡീസ്, അതായത് ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരും അല്ലേ. ദ സറൗണ്ടിങ്സ് ബിക്കം കൂൾ, പരിസരത്ത് നല്ല തണുപ്പുണ്ടാവും അല്ലേ. പിന്നെയോ പ്ലാന്റ്സ് സ്പ്രൗട്ട് ന്യൂ ഷൂട്ട്സ്, അതായത് ചെടികളിൽ പുതുനാമ്പുകൾ തളിർക്കും അല്ലേ. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അല്ലേ. ഇവിടെ കുറച്ച് വാർത്തകളുടെ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, അതായത് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? സിവിയർ ഡിക്രീസ് ഇൻ ദ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ്. ഇങ്ങനെയുള്ള 2 വാർത്തയുടെ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും കണ്ടെത്തിയത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു അവിടെ കനത്ത മഴ, ഇവിടെ മഴയിൽ വൻ കുറവ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് വാർത്തയിൽ. അവരെങ്ങനെയാവും അത് കണ്ടെത്തിയിട്ടുണ്ടാവുക? മഴ നമുക്ക് അളക്കാൻ പറ്റുമോ? മഴ നമുക്ക് അളക്കാൻ പറ്റും. എങ്ങനെയാണ്? റെയിൻ ഗേജ് ഉപയോഗിച്ചിട്ട്, അതായത് മഴമാപിനി ഉണ്ട്. മഴമാപിനി ഉപയോഗിച്ചിട്ട് നമുക്ക് മഴയെ അളക്കാൻ സാധിക്കും. അതായത് മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപിനി. The rain gauge is a simple instrument to measure rainfall. മഴയെ അളക്കാനുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? മഴമാപിനി അഥവാ റെയിൻ ഗേജ് എന്ന് പറയുന്നത്. The rain gauge is a simple instrument to measure rainfall. ഓക്കെ, മനസ്സിലായോ? മഴമാപിനി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എങ്ങനെ നിർമ്മിക്കാം? നമുക്കൊന്ന് നോക്കാം.
അതിന് വേണ്ട ആവശ്യമുള്ള വസ്തുക്കളാണ് എന്ത്? മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? ഗ്ലാസ് ബോട്ടിൽ, ഫണൽ ആൻഡ് സ്കെയിൽ. എന്തൊക്കെയാണ് വേണ്ടേ? ചില്ലും കുപ്പി, ഫണൽ അഥവാ ചോർപ്പ്, സ്കെയിൽ, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. ഹൗ ടു മേക്ക്. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. Place the funnel on top of the glass bottle. Fix the bottle in an open space outside. Note down the water level at fixed intervals. സ്കെയിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ സ്കെയിൽ ആ ചില്ലും കുപ്പിയിൽ ഉറപ്പിച്ച് വെക്കുക. ഓക്കെ. അതുപോലെ ചില്ലും കുപ്പിയുടെ മുകളിൽ ഒരു ഫണൽ വെക്കുക. കുപ്പി ഒരു തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യുക? മഴ വരണ സമയത്ത് ഇതുപോലൊരു മഴപാവിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ ഡേറ്റും അതുപോലെ റെയിൻഫോൾ റിസീവ്ഡ്, എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന സ്കെയിലിൽ നമ്മൾ അളവുണ്ടാവില്ലേ, അളവൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ നോട്ട് ഇതുപോലെ ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് ആ പട്ടിക പൂർത്തിയാക്കുക. അപ്പം നമുക്ക് അവിടെ എന്തോരം മഴ ലഭിച്ചു, എത്ര സെൻറ്റിമീറ്റർ മഴ ലഭിച്ചു എന്നൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും, മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം, പിന്നെ തീരെ മഴ ലഭിക്കാത്ത ദിവസം, ഇതൊക്കെ നമുക്കതിൽ മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് പഠിക്കുന്നതാണ് വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ. മഴവെള്ളം എവിടേക്ക്? നമുക്ക് നോക്കാം. അതായത് നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം ഇങ്ങോട്ടാണ് പോണത് എന്നൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഡ്രൈ സോയിൽ എടുക്കുക. അതായത് നനവൊന്നുമില്ലാത്ത ഉണങ്ങിയ മണ്ണ് നിറച്ച് ഒരു കുപ്പിയിലെടുക്കുക. ഓക്കെ. ബോട്ടിലിന് ഇച്ചിരി വട്ടമുള്ള ബോട്ടിലായിക്കോട്ടെ. അപ്പോൾ അതിൽ നിറയെ ഉണങ്ങിയ മണ്ണ് നിറച്ച് ഒരു വശത്ത് ദ്വാരമുണ്ടാവണം. അതായത് കുപ്പിയുടെ മോൾഭാഗം കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നിറയെ നനയാത്ത മണ്ണ്, ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടീച്ചർ വീഡിയോ കാണിക്കാം. ഇതുപോലെ വേറൊരു കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൽ നിറയെ ഇതുപോലെ സൂചിയും കൊണ്ട് നിറയെ ഇങ്ങനെ ഹോൾസ് ഇടുക, ഓട്ടയാക്കിയിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. അപ്പം എന്താവും? നല്ല റെയിൻ പോലെ ആവൂലേ, മഴ പെയ്യണ പോലെ തോന്നൂലേ. അപ്പം അങ്ങനെ നമ്മൾ ആ കുപ്പിയിൽ ഇതുപോലെ സൂചിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൽ എന്ത് ചെയ്യുക? നല്ലോണം ഹോൾസ് ഇടുക, ഓട്ട ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ മണ്ണിൽ ആ നനയാത്ത മണ്ണുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ മഴ പെയ്യ്ക്കുക. അപ്പം എന്താണ് നിങ്ങൾ നിരീക്ഷിക്കണം, എന്താണ് അതിൽ നിന്ന് കണ്ടെത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കണ്ടെത്തുന്നത്? അതായത് മണ്ണിൽ വീഴുന്ന മഴവെള്ളം കുറേ ഒഴുകിപ്പോവും, പിന്നെ കുറേ വെള്ളം എന്ത് ചെയ്യും? മണ്ണിലേക്ക് താഴ്ന്നിറങ്ങുന്നുമുണ്ട് അല്ലേ? ഇപ്പം മനസ്സിലായോ? കിണറിൽ വീഴുന്ന മഴവെള്ളം കൊണ്ടാണോ കിണർ നിറയുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? മണ്ണിലേക്ക് ഇറങ്ങുന്ന ജലമാണ് കിണർ നിറയാൻ കാരണം. മനസ്സിലായോ? The well will not be full with the water that falls upon it. Water in the well rises because of the water that flows down into the soil. അതായത് വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിയാണ് നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടാവുന്നത്. അല്ലാണ്ട് മഴ പെയ്യുമ്പോൾ നേരിട്ട് അതിലേക്ക് വീഴുന്ന വെള്ളമാണോ കിണർ നിറയാൻ സഹായിക്കുക? അല്ല. നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന വെള്ളമാണ് കിണർ നിറയാൻ സഹായിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ സോഴ്സസ് ആണ്. മക്കളെ, ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, വീട്ടാവശ്യത്തിനുള്ള വെള്ളം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. സം ഹാവ് വെൽസ്.
കിണറ്റിൽ നിന്ന് അല്ലേ, കിണർ ജലം ഉപയോഗിക്കുന്നവരുണ്ടാവും അല്ലേ. സം അതേഴ്സ് ഗെറ്റ് വാട്ടർ ഫ്രം ബോർവെൽസ്, ബോർവെല്ല് കുഴൽക്കിണറിലെ ജലം ഉപയോഗിക്കുന്നവരുണ്ടാവും. പിന്നെ ഇൻ സിറ്റി പീപ്പിൾ ഗെറ്റ് വാട്ടർ ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, അതായത് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ സിറ്റീസിലൊക്കെ ആണെങ്കിൽ മിക്ക ആൾക്കാർക്കും പൈപ്പ് ജലമായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നിന്നുള്ള വെള്ളമായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ നമ്മൾ കൃഷി ആവശ്യത്തിന് അഗ്രികൾച്ചർ യൂസേജിന് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. വി നീഡ് വാട്ടർ ഫോർ അഗ്രികൾച്ചർ. വേർ ഡു വി ഗെറ്റ് വാട്ടർ ഫോർ ഇറ്റ്? അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം എവിടെ നിന്നാണ് കിട്ടുക? ഫാമേഴ്സിനാണല്ലേ അഗ്രികൾച്ചർ, അതായത് ഫാമേഴ്സല്ലേ അഗ്രികൾച്ചറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ള വെള്ളം എവിടെ നിന്നാണ് കിട്ടുക? ഫാമേഴ്സ് ഗെറ്റ് വാട്ടർ ഫ്രം പോണ്ട്സ്, സ്ട്രീംസ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ഫ്രം ഇറിഗേഷൻ കനാൽസ്. അതായത് കുളങ്ങൾ, തോടുകൾ, പുഴകൾ, കായലുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകൾ കൃഷിക്ക് ആവശ്യത്തിനുള്ള ജലം ലഭ്യമാക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എന്താണ് ഈ വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ടർ സോഴ്സസ്, വാട്ടർ ബോഡീസ് സച്ച് ആസ് വെൽസ്. വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ബോഡീസ് സച്ച് ആസ് വെൽസ്, പോണ്ട്സ്, rivers, borewells, lakes, etc., where water is stored for our needs are called water sources. എന്താണ് വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആവശ്യത്തിന് വേണ്ട ജലം ശേഖരിച്ച് വെച്ചിട്ടുള്ള ഇടങ്ങളാണ് ജലസ്രോതസ്സുകൾ അഥവാ വാട്ടർ സോഴ്സസ്. കിണർ, കുളം, പുഴ, കായൽ, തോട് തുടങ്ങിയവയാണ് ജലസ്രോതസ്സുകൾ അഥവാ വാട്ടർ സോഴ്സസ്. മനസ്സിലായോ? വാട്ടർ ബോഡീസ് സച്ച് ആസ് വെൽസ്, പോണ്ട്സ്, റിവേഴ്സ്, ബോർവെൽസ്, ലേക്സ് എക്സെട്ര ആർ വാട്ടർ സോഴ്സസ്. The water is stored for our needs are called water sources. അതായത് വെള്ളം, അതായത് ജലം ശേഖരിച്ച് വെച്ചിട്ടുള്ള ഇടങ്ങളാണ് ഇന്ന് ജലസ്രോതസ്സുകൾ അഥവാ വാട്ടർ സോഴ്സസ്. ഓക്കെ. ഇനി ഇവിടെ സുരംഗ ആൻഡ് കേനി എന്ന് പറഞ്ഞിട്ട് ഒരു അധിക വിവരത്തിന് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called suranga. This method has been used for ages to collect water in Kasaragod district and some parts of Karnataka. അതായത് ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗകൾ ഉള്ളത്. ഓക്കെ. ഇനിയുള്ളതാണ് എന്ത്? കേനി എന്ന് പറയും. ദ വേർഡ് കേനി മീൻസ് വെൽ, അതായത് കിണർ എന്നാണ് അർത്ഥം. കേനി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് hollowed wood. Keni is constructed by inserting hollow wood of large trees into the earth. Keni is only deep enough for taking water with vessels directly. It is still used by many tribal groups in Kerala. അതായത് ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേണി എന്ന് പറഞ്ഞാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്നിട്ട് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്ന അത്ര ആഴമേ കേണികൾക്ക് ഉണ്ടാവുള്ളൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളിലും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായി? വലിയ മരത്തടികളൊക്കെ തുരന്നിട്ട് അത് മണ്ണിലേക്ക് ഇറക്കി ആണ് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് അവർ കേണികളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മുടെ നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് കോരിയെടുക്കാവുന്ന അത്ര ആഴമായിരിക്കും കേണികൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. ആദിവാസി ട്രൈബൽസൊക്കെ ഉപയോഗിക്കുന്നത് കേണികളാണ്. മക്കളെ, ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ. വാട്ട് പർപ്പസ് ഡു വി യൂസ് വാട്ടർ ഫോർ? നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? കുടിക്കുന്നതിന്, കുളിക്കുന്നതിന്, പ്രാഥമിക ആവശ്യങ്ങൾക്ക്, ഭക്ഷണം പാകം ചെയ്യാൻ, കൃഷി ആവശ്യത്തിന്, വാഹനങ്ങൾ കഴുകാൻ, അലക്കുന്നതിന്, അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? വാഷിംഗ് വെഹിക്കിൾസ്, ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്, കുക്കിംഗ്, വാഷിംഗ് ക്ലോത്ത്സ്,
ക്ലീനിങ് ഫ്ലോർ, അഗ്രികൾച്ചറൽ പർപ്പസസ്, ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ ലൈഫിൽ എന്ത് വേണം? വാട്ടർ വളരെ അത്യാവശ്യമാണല്ലേ, അല്ലേ? വാട്ടർ ഫോർ ലൈഫ്. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ഫോറസ്റ്റ് ആണല്ലേ. ഫോറസ്റ്റിലെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ വന്നിട്ട് എല്ലാവരും വെള്ളം കുടിക്കുകയാണല്ലേ. എല്ലാവർക്കും അപ്പോൾ എന്താ ആവശ്യമാണ്? വെള്ളം ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ഈ ചിത്രം ഒന്ന് നിരീക്ഷിച്ചേ. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രീച്ചേഴ്സൊക്കെ അല്ലെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ വെള്ളം യൂസ് ചെയ്യണത്? എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ളത്? എന്തൊക്കെ മൃഗങ്ങളുണ്ട് അവിടെ? നമുക്ക് നോക്കാം. നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാം. ക്രീച്ചർ ആൻഡ് യൂസസ് ഓഫ് വാട്ടർ. ഓരോ ക്രീച്ചർ, ഓരോ മൃഗങ്ങളും അവരെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ വെള്ളം യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫിഷാണ്. ഫിഷ് എന്താണ്? ഫിഷസ് നീഡ് വാട്ടർ ടു ലിവ് ഇൻ. അവർക്ക് ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്. ദേ നീഡ് വാട്ടർ ടു സ്വിം അബൌട്ട്. അവർക്ക് നീന്താൻ വെള്ളം ആവശ്യമാണ്. ദേ യൂസ് ദ എയർ ഇൻ ദ വാട്ടർ ഫോർ ബ്രീത്തിങ്. അതായത് വെള്ളത്തിലെ എയർ അവരെന്ത് ചെയ്യും? ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എലഫൻറ്റ് എന്താണ്? ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ഫോർ കൂളിംഗ് ദ ബോഡി. അതായത് വെള്ളത്തിൽ അവർ മുങ്ങി കിടക്കുന്നുണ്ട് ഇല്ലേ, വെള്ളത്തിൽ കുറേ കളിക്കാറുണ്ട് അവരുടെ ബോഡി കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് കുടിക്കാനായിട്ടാണ് എലിഫൻറ്റ് വെള്ളം ഉപയോഗിക്കുന്നത്. ക്രെയിൻസ് എന്തിനാണ്? ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ഫോർ ക്യാച്ചിങ് ഫിഷ്. അവരെന്തിനാണ് വെള്ളം യൂസ് ചെയ്യുന്നത്? അതിലത്തെ മീനുകളെ പിടിക്കാനും. അതുപോലെ തന്നെ കൊക്കുകളാട്ടോ ഈ ക്രെയിൻ എന്ന് പറഞ്ഞാൽ. അതിലെ മീനുകളെ പിടിക്കാനും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വാട്ടർ ഉപയോഗിക്കുന്നത്. ഡിയർ അതായത് മാനൊക്കെ എന്തിനാണ്? ഡ്രിങ്കിങ് വാട്ടർ ഫോർ കൂളിംഗ് ദ ബോഡി. അതായത് എലിഫൻറ്റിനെ പോലെ തന്നെ അവരും എന്താണ്? അവരുടെ അവരുടെ ബോഡി ഒന്ന് തണുപ്പിക്കാൻ അതുപോലെ തന്നെ കുടിക്കാൻ ആവശ്യത്തിനാണ് അവർ വെള്ളം ഉപയോഗിക്കുന്നത്. ക്രൊക്കോഡൈൽസ് എന്താണ്? ഫോർ ലിവിങ് ഇൻ വാട്ടർ, ഫോർ ക്യാച്ചിങ് പ്രേ. അതായത് ഇരകളെ പിടിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കാനും വേണ്ടിയിട്ടാണ് ക്രൊക്കോഡൈൽസ് വാട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വെള്ളം വളരെ ആവശ്യമാണെന്ന് നമുക്കറിയാം, അല്ലേ? വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജലം ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീയിങ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? നമുക്ക് ആവശ്യത്തിനുള്ള ജലം കിട്ടിയില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ആൻഡ് റൈറ്റ്. അത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. What will happen to human beings and other living things if they do not get enough water? Discuss and write. എന്താണ്? ഓൾ ക്രീച്ചേഴ്സ് വിൽ സഫർ ഫ്രം തേഴ്സ്റ്റ്. അതായത് ഓൾ ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും എന്തോ ചെയ്യും? സഫർ ചെയ്യുന്നത് കൊണ്ട്, തേഴ്സ്റ്റ് കൊണ്ട്, ദാഹിച്ചിട്ട് അല്ലേ, തേഴ്സ്റ്റ് ചെയ്തിട്ട് അതായത് ദാഹിച്ചിട്ട് അവരതിന് വേണ്ടിയിട്ട് സഫർ ചെയ്യുന്നതാണ് പറയുന്നത്. പീപ്പിൾ വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ബാത്ത്, സ്ട്രഗിൾ ടു കുക്ക് ഫുഡ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞ്? പീപ്പിൾ വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ബാത്ത്. അതായത് ആൾക്കാർക്ക് കുളിക്കാനൊന്നും പറ്റില്ല, ഇല്ലല്ലോ. അതുപോലെ തന്നെ എന്താ? സ്ട്രഗിൾ ടു കുക്ക് ഫുഡൊന്നും വെക്കാൻ പറ്റില്ല. ബോഡി ടിഷ്യൂസ് വിൽ ലോസ് വാട്ടർ. അതായത് നമ്മുടെ ടിഷ്യൂസിൽ, നമ്മുടെ ബോഡിയിൽ ടിഷ്യൂസ് ഉണ്ട്, അതിൽ അതിലത്തെ വാട്ടറൊക്കെ ലോസ് ചെയ്യും. പ്ലാന്റ്സ് വിൽ ഡൈ ഓഫ്. പ്ലാന്റ്സൊക്കെ എന്താവും? കരിഞ്ഞു പോകും അല്ലേ, വെള്ളം കിട്ടാണ്ട്. ഓൾ ലൈഫ് ഫോംസ് വിൽ ഡിസപ്പിയർ. അതായത് ജീവജലം കിട്ടാതെ എല്ലാവരും നാശമായി നശിച്ചു പോകുന്നതാണ് പറയുന്നത്. അനിമൽസ് ആൻഡ് ക്രോപ്സ് വിൽ ഡ്രൈ അപ്പ്. അതായത് അനിമൽസും ക്രോപ്സും അതായത് ചെടികളൊക്കെ വെള്ളം കിട്ടാതെ എല്ലാം നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വെള്ളം അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ കുറേയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അത് നമ്മളിപ്പോൾ പഠിച്ചില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലീസ് ഡോണ്ട് വേസ്റ്റ് വാട്ടർ. നമ്മൾ വെള്ളം പാഴാക്കാൻ പാടില്ല ഇല്ലേ. ഇവിടെ ചിത്രം കണ്ടോ? വാട്ടർ പൈപ്പ് ബേസ്റ്റ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. കണ്ടോ? ഒരു വാട്ടർ പൈപ്പ്, അതായത് വെള്ളത്തിൻ്റെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് ആ സിറ്റിയിൽ മൊത്തം വെള്ളമായിരിക്കുകയാണെന്നാണ് പറയുന്ന ഒരു ചെറിയൊരു ഒരു വാർത്തയുടെ ഒരു തലക്കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. വെള്ളം വേസ്റ്റാക്കാൻ പാടില്ല. മനസ്സിലായോ? റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. അതായത് നമ്മൾക്ക് അറിയാവുന്ന
വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ എങ്ങനെയാണ്? വാഷിംഗ് ഹാൻഡ്സ്, വാഷിംഗ് വെസൽസ്, യൂസിങ് വാഷ്റൂം, കീപ്പിംഗ് ദ ടാപ്പ് ഓപ്പൺ അൺനെസസറിലി. എന്തൊക്കെയാണ്? സ്കൂളിലായിരിക്കുന്ന സമയത്ത് കൈ കഴുകുമ്പോൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുമ്പോൾ, ശുചിമുറി ഉപയോഗിക്കുമ്പോൾ, ടാപ്പുകൾ ശരിയായി ഉപയോഗിക്കാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? വാട്ടർ വേസ്റ്റായി പോവുകയാണല്ലേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അവിടെ വാട്ടർ വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കണം. ഇനി പൊതുയിടങ്ങളിൽ എങ്ങനെയാണ്? ഇൻ പബ്ലിക് പ്ലേസസിൽ ബ്രേക്കിംഗ് ഓഫ് വാട്ടർ സപ്ലൈ പൈപ്സ്, അതായത് വാട്ടർ പൈപ്പുകളൊക്കെ പൊട്ടുമ്പോൾ. അതുപോലെ തന്നെ ഇങ്ങനെ ലീവിങ് വാട്ടർ ടാപ്സ് ഓപ്പൺ അൺനെസറി, അതായത് പുറത്തുള്ള ഈ ടാപ്പുകളൊക്കെ തുറന്ന് ഇട്ടിരിക്കുകയാണ്, അവർ കൈ കഴുകി കഴിഞ്ഞാൽ അവർ അടയ്ക്കാണ്ട് പോവുകയാണ് അല്ലേ ആളുകൾ. അതുപോലെ തന്നെ ഇൻ ഹൗസ് എന്തൊക്കെയാണ്? ഹൗസിൽ എങ്ങനെയാണ്? ബാത്തിങ്, വാഷിംഗ് ഹാൻഡ്സ്, വാഷിംഗ് ക്ലോത്ത്സ്, വാട്ടറിങ് പ്ലാന്റ്സ്, ഓവർഫ്ലോ ദ വാട്ടർ ടാങ്ക്, യൂസിങ് ടാപ്പ് നീഡ്ലെസ്ലി. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ? എങ്ങനെയാണ് വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കുളിക്കുമ്പോൾ, പാത്രങ്ങൾ കഴുകുമ്പോൾ, അതുപോലെ ക്ലോത്ത്സൊക്കെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കഴുകുമ്പോൾ, പ്ലാന്റ്സിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ, പിന്നെ വാട്ടർ ടാങ്കൊക്കെ നിറഞ്ഞു പോകുമ്പോൾ, ടാപ്സൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് തുറന്നിടുക, ഇതൊക്കെ ചെയ്യുമ്പോഴെന്താണ്? നമ്മുടെ വീടുകളിലും വാട്ടർ നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? നമ്മൾക്ക് അറിയാവുന്ന സിറ്റുവേഷൻസ്, വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? അതായത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ടർ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ വേസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പാക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഡോണ്ട് കീപ് ടാപ്സ് ഓപ്പൺ നീഡ്ലെസ്ലി, ആവശ്യമില്ലാതെ നമ്മൾ ടാപ്പുകൾ തുറക്കരുത്. ഡോണ്ട് അലൗ വാട്ടർ ടാങ്ക്സ് ടു ഓവർഫ്ലോ, അതായത് വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ചെയ്യാണ്ട് നമ്മൾ നോക്കുക. ക്ലോസ് ദ ടാപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ടാപ്പ് ഓഫ് ചെയ്യുക. കീപ് ദ പൈപ്സ് ആൻഡ് ടാപ്സ് ഇൻ ഗുഡ് കണ്ടീഷൻ, അതായത് നമ്മുടെ പൈപ്പൊക്കെ നല്ല ഗുഡ് കണ്ടീഷനിലാണോ, അതായത് എല്ലാം നല്ല കേടാവാത്ത സാഹചര്യത്തിലാണെന്ന് നമ്മൾ നോക്കണം. കോൾ ദ പ്ലംബർ ടു ഡു റിപ്പയർ ജോബ്സ് വിത്തൗട്ട് ഡിലേ. റീയൂസ് വേസ്റ്റ് വാട്ടർ ഫോർ വാട്ടറിങ് ഗാർഡൻ, അതായത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും പൈപ്പുകളൊക്കെ നാശമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരെ വിളിച്ചിട്ട്, അതായത് പ്ലംബറിനെ വിളിച്ചിട്ട് ശരിയാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക? റീയൂസ് വേസ്റ്റ് വാട്ടർ ഫോർ വാട്ടറിങ് ഗാർഡനൊക്കെ നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് വാട്ടർ ഉപയോഗിക്കുക. നമ്മൾ പാത്രം കഴുകിയ വെള്ളം, അലക്കിയ വെള്ളം, ഇതൊക്കെ എന്താണ് നമ്മൾ ഗാർഡനൊക്കെ നനയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. വാട്ടർ വളരെ വിലപ്പെട്ടതാണ്, നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻഫോം ദ അതോറിറ്റീസ് ആസ് സൂൺ ആസ് യു നോട്ടീസ് എനി ഡാമേജ് ടു ദ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം, അതായത് നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും ഇൻഫോം ചെയ്യണം. ആരെ? അതോറിറ്റീസിന് ഇൻഫോം ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ വാട്ടർ വേസ്റ്റ് ചെയ്യാൻ ഉള്ളത് സ്റ്റോപ്പാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ. മക്കളെ, നമ്മൾ പറഞ്ഞില്ലേ കിണറ്റിലേക്ക് വെള്ളം വരുന്നത്, ആ കിണറ്റിൽ വെള്ളം നിറയുന്നത് മഴ പെയ്യുന്നതുകൊണ്ടാണ്. മഴ നേരിട്ട് കിണറ്റിൽ വീഴുന്നത് കൊണ്ടാണോ കിണർ നിറയണത്? അല്ല, അത് മണ്ണിലേക്ക് വീഴുന്നത്, മണ്ണിൽ കൂടെ ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കിണർ നിറയുന്നത്. അപ്പോൾ മണ്ണിലേക്ക് സാധാരണ വെള്ളം വീഴുമ്പോൾ അത് ചെളിവെള്ളം ആവില്ലേ? കലങ്ങിയ വെള്ളമായിരിക്കില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കിണറ്റിൽ എത്തുമ്പോൾ തെളിഞ്ഞ് വരുന്നത്? അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് കോരുമ്പോൾ തെളിഞ്ഞ വെള്ളമല്ലേ കിട്ടുക, ചെളിവെള്ളമല്ലല്ലോ കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളത്തിൻ്റെ നല്ലൊരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. അത് ഉറവയായി കിണറ്റിലേക്ക് എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ വെള്ളത്തിലെ മാലിന്യങ്ങൾ മണ്ണിൽ തടഞ്ഞു നിൽക്കുകയും താഴേക്ക് പോകുന്തോറും വെള്ളം തെളിഞ്ഞു വരികയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ മണ്ണിലേക്ക് ഇങ്ങനെ പോകുന്തോറും അതിലത്തെ വേസ്റ്റ്, അതായത് അതിൽ ഉള്ള ബാക്കിയുള്ള മാലിന്യങ്ങളൊക്കെ മണ്ണിൽ തടഞ്ഞു നിൽക്കും. നല്ല വെള്ളം മാത്രം ഇങ്ങനെ ഊർന്ന് താഴേക്ക് കിണറ്റിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നല്ല തെളിഞ്ഞ വെള്ളം കിണറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് എഴുതാൻ പറ്റില്ലേ?
ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെല്ല്? അതായത് കിണറ്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണത് നല്ല വെള്ളമായിട്ട് കിട്ടണത്? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ നോട്ട് ചെയ്തേക്കാം. എ പാർട്ട് ഓഫ് ദി റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടേണിങ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. നമുക്ക് അതായത് മഡി വാട്ടർ, നല്ല ചെളി വെള്ളം നല്ല ക്ലിയർ വാട്ടറായിട്ട് എങ്ങനെ എടുക്കാമെന്നൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് 3 ചിരട്ട ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചിരട്ടയിൽ എന്ത് വയ്ക്കുക? നമുക്കത് നോക്കാം. എന്തൊക്കെയാണ്? ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. അതായത് 3 കോക്കനട്ട് ഷെല്ല് എടുക്കാം. അതായത് 3 ചിരട്ട എടുക്കുക, അതിൽ എല്ലാത്തിലും ഹോൾസ് ഇടുക. ഓക്കെ, പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. അതായത് എന്തെങ്കിലും കോട്ടണോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ആ ഹോളിൻ്റെ മുകളിൽ വെക്കുക. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദി ഷെൽസ്. അതിൽ ഒരെണ്ണത്തിൽ ഗ്രാവൽ, ഒരെണ്ണത്തിൽ സാൻഡ്, ഒരെണ്ണത്തിൽ ചാർക്കോൾ എന്നിങ്ങനെ ആ 3 കോക്കനട്ട് ഷെല്ലും നിറയ്ക്കുക. അതായത് ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ഓരോ ചിരട്ടയിലും നിറയ്ക്കുക. ഓക്കെ, ഇനി അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഇറ്റ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഇതിൽ കാണിച്ച പോലെ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വയ്ക്കുക. നൗ പോർ എ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്. ഏറ്റവും ടോപ്പിൽ നിന്ന് നല്ല ചെടിവെള്ളം ആ ചിരട്ടയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. വാട്ടർ ഫ്ലോഡ് ഡൗൺ ഇൻ ഈച്ച് കോക്കനട്ട് ഷെൽ. വാട്ടർ ഓരോ കോക്കനട്ട് ഷെല്ലിൽ കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ്. അറ്റ് ദിസ് ടൈം ദ സോളിഡ് വേസ്റ്റ് ഇൻ ദ മഡി വാട്ടർ സ്റ്റേഡ് ബാക്ക് ഇൻ ദ ഗ്രാവൽ. അതായത് നല്ല കട്ടിയുള്ള വേസ്റ്റ് എന്ത് ചെയ്യും? ആ ഗ്രാവലിൽ, ചരലിൽ സ്റ്റേ ബാക്ക് ചെയ്യും, അതിലവിടെ നിൽക്കും. ഗ്രാവലിൽ, അതായത് അറ്റ് ദിസ് ടൈം ദ സോളിഡ് വേസ്റ്റ് ഇൻ ദ മഡി വാട്ടർ സ്റ്റേഡ് ബാക്ക് ഇൻ ദ ഗ്രാവൽ, സാൻഡ് ആൻഡ് ചാർക്കോൾ. അതായത് ഈ ചെളിവെള്ളത്തിൽ വളരെ സോളിഡായിട്ടുള്ള വേസ്റ്റ്, നല്ല കട്ടിയുള്ള വേസ്റ്റ് ഗ്രാവൽ, സാൻഡ്, ചാർക്കോൾ എന്നിവയിൽ തങ്ങി നിൽക്കും. ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ദി വേസ്റ്റ് വർ കെപ്റ്റ് ബാക്ക് ഇൻ ദ ചാർക്കോൾ. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ചാർക്കോളിലാണ് തങ്ങി നിൽക്കുക. ദസ് ദ വാട്ടർ ബിക്കം ഫ്രീ ഓഫ് ഓൾ സോളിഡ് വേസ്റ്റ്. അങ്ങനെ ആ സോളിഡ് വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാണ്? അതിൽ ഇങ്ങനെ ഓരോ ആ 3 എണ്ണത്തിലും, ചെറുതാണെങ്കിൽ ഏറ്റവും താഴെ, ഏറ്റവും വലുതാണെങ്കിൽ ഏറ്റവും മുകളിൽ, അങ്ങനെ തങ്ങി തങ്ങി നിന്ന് നല്ല വെള്ളം അതിലേക്കൂടെ വരും. ദെൻ ഇറ്റ് ബിക്കം ക്ലിയർ. അങ്ങനെ ആ വെള്ളം ക്ലിയർ വാട്ടറായിട്ട് നമുക്ക് ലഭിക്കും. ഈ ഒരു പരീക്ഷണം, ഈ ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ. അതിൻ്റെ ഒബ്സർവേഷൻസ് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ ഒരു മെത്തേഡാണ്. എന്ത്? നമ്മളിതുപോലെ ചെളി വെള്ളത്തെ, മഡി വാട്ടറിനെ ക്ലിയർ വാട്ടർ ആക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പ്യൂരിഫയേഴ്സ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷനിലും വീട്ടിലും ഒക്കെ എന്തുണ്ടാവും? വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്? വാട്ടർ പ്യൂരിഫയറാണ്. അപ്പോൾ ശുദ്ധജല ക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നുണ്ട്. പൊതുജല വിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ്. അതാണ് ആ ഒരു അധിക വിവരത്തിനുള്ള ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോരുത്തരും മണ്ണ് ഉപയോഗിക്കുന്ന രീതിയാണ്. എർത്ത് മണ്ണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മാളങ്ങളിലാണ് ആരൊക്കെ? മുള്ളമ്പന്നി, റാറ്റൊക്കെ പോലുള്ള ജീവികൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് മുളച്ച് വരുന്നുണ്ടല്ലേ, മണ്ണിൽ കുഴിച്ചിടുമ്പോൾ മുളച്ച് വരിക? വിത്തുകളൊക്കെ മുളച്ച് വരും അല്ലേ? അതിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണിൽ നിന്ന് മുളച്ച് വരും? വിത്ത് മുളച്ച് വരുന്നുണ്ടല്ലേ? അപ്പോൾ മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ?
വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ദാറ്റ് ക്രീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ? ഹൗ അബൌട്ട് അസ്? അതായത് മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉള്ളത്, നമുക്കും എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കൃഷി ആവശ്യത്തിന്, വീട് നിർമ്മാണത്തിന്, അതുപോലെ തന്നെ സസ്യങ്ങൾ നട്ടു വളർത്തുന്നതിന്, പാത്രങ്ങൾ, ഓട് തുടങ്ങിയ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന്, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് നമുക്ക് ഉപകാരപ്രദമായ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൻ്റെ ബെനഫിറ്റ്സ് ആണ് ഇതൊക്കെ അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മണ്ണ് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്കുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാമിങ്, ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പിങ്, അതുപോലെ തന്നെ എന്താണ്, മേക്കിംഗ് പോട്ട്സ് ആൻഡ് അതർ വെസൽസ് യൂസിങ് ക്ലേ ഫോർ മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്. ദർ ആർ ബില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ ദാറ്റ് ആർ യൂസ്ഫുൾ ടു അസ്. നമുക്ക് ആവശ്യമുള്ള എല്ലാതും മണ്ണ് ഇതുപോലത്തെ പ്രയോജനങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലേ. നെക്സ്റ്റ് ഉള്ളത് ലെറ്റസ് ക്രിയേറ്റ് മോഡൽസ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ മണ്ണ് കൊണ്ട് കുറേയധികം മോഡൽസ് ഉണ്ടാക്കാമെന്ന്. കളിമണ്ണ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാറില്ലേ, പോട്ട്സ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ കുറേയധികം മോഡൽസ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ മണ്ണ് കൊണ്ട് കുറേയധികം, നിങ്ങളുടെ വീട്ടിൽ മണ്ണുണ്ടാവും, ആ മണ്ണ് കൊണ്ട് എന്ത് ചെയ്യുക? കുറേയധികം മോഡൽസ് ഉണ്ടാക്കാം. ഇതുപോലെ കിളികളെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വല്ല മരമോ മാംഗോ, ഈ കുട്ടി പിന്നെന്താ ഗ്രേപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആനേനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ കുറേ അധികം മോഡൽസ് കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ചിത്രത്തിൽ കണ്ടോ? അപ്പോൾ അതുപോലെ നമ്മളോടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സോയിൽ, നമ്മൾ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സോയിൽ എടുക്കില്ലേ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി സോയിൽ യൂസ് ടു ക്രിയേറ്റ് ഷേപ്സ്? അതായത് നമ്മളിപ്പോൾ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോഡൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? എന്തൊക്കെ പ്രത്യേകതകളാണ്? സോയിൽസ് ഒന്നും സിമിലർ അല്ലേ, സോയിൽസ് ആർ നോട്ട് സിമിലർ. നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സോയിൽ എടുക്കുകയാണെങ്കിൽ ആ സോയിൽസ് ഒന്നും സിമിലർ ആയിരിക്കില്ല. ദേ ആർ ഡിഫറെൻറ്റ്. അത് വളരെ വ്യത്യാസമുള്ളതായിരിക്കും. സോയിൽസ് ഫൗണ്ട് ഇൻ വേരിയസ് റീജിയൻസ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് പ്രോപ്പർട്ടീസ്. ഓരോ സ്ഥലത്തുള്ള സോയിലിനും മണ്ണിനും വ്യത്യാസങ്ങളുണ്ടല്ലേ, ഓരോ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ സൈസ് ഓഫ് ദി ഗ്രെയിൻസ്, അതിൻ്റെ മണൽത്തരികൾക്കുള്ള വ്യത്യാസം ഉണ്ടാവും, സ്റ്റിക്കി ക്വാളിറ്റി ഓഫ് ദി സോയിൽ, അതിൻ്റെ പശപശപ്പ്, ചിലർക്ക് നല്ല പശപശപ്പുള്ള മണ്ണുണ്ടായിരിക്കും, ചിലത് തീരെ പശപശപ്പില്ലാത്ത മണ്ണായിരിക്കും. വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദി സോയിൽ, അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ്, അതിലുള്ള വെള്ളത്തിൻ്റെ അംശം, ഇതിനൊക്കെ വ്യത്യാസം ഉണ്ടാകും അല്ലേ. അപ്പോൾ ഓരോ മണ്ണും വ്യത്യാസമുള്ള മണ്ണാണെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ മണ്ണിൻ്റെ നിറം, മണ്ണിൻ്റെ മറ്റ് പ്രത്യേകതകൾ, നിങ്ങൾ എവിടെ നിന്നാണ് മണ്ണ് ശേഖരിച്ചത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടൊരു പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. മക്കളെ, മണ്ണിൻ്റെ കഥയൊന്ന് കേട്ടാലോ? മണ്ണ് പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. എന്താ പറയുന്നത്? സോയില് I am a different types. I am the soil. I am of different types. My nature is different in different places. There are lakhs of microorganisms and many other compounds in me. I become like this through thousands of years of continuous biological and non-biological processes. Okay. അപ്പോൾ മണ്ണ് ഉണ്ടായ കാര്യം പറയുകയാണ് അല്ലേ. മണ്ണിൽ കുറേയധികം സൂക്ഷ്മജീവികളുണ്ട്, അതുപോലെ തന്നെ കുറേ ജൈവ ഘടകങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷത്തെ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് ഈ രൂപത്തിലേക്ക് എത്തിയതെന്നാണ് മണ്ണ് പറയുന്നത്. മണ്ണ് ഓരോ പ്രദേശത്തും മണ്ണിൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ. ഇനി വിത്തിൻ ദ സോയിൽ, മണ്ണിൽ എന്തൊക്കെയുണ്ട്? മണ്ണിൽ എന്തൊക്കെയുള്ളത്? ആൻസ്, എർത്ത് വേം, ടെർമൈറ്റ്സ്, പിന്നെ സ്നെയിൽ, മില്ലിപ്പഡ്സ്, സെൻറ്റിപ്പഡ്സ്, വേംസ്. അതുപോലെ തന്നെ ദർ ആർ സ്മോൾ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ. ചെറിയ ഓർഗാനിസംസ് ഉണ്ടല്ലേ, വിച്ച് വി കനോട്ട് സീ വിത്ത് അവർ നേക്കഡ് ഐ.
നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്രയും ചെറിയ ജീവികളും എന്തുണ്ട്, നമ്മുടെ മണ്ണിലുണ്ടല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് എയർ ഇൻ ദ സോയിൽ. അതായത് മണ്ണിൽ വായു ഉണ്ടോ, മണ്ണിൽ വായു ഉണ്ടോ? നമുക്കതൊന്ന് ഒരു പരീക്ഷണത്തിലൂടെ നോക്കാം. ടേക്ക് സം ഡ്രൈഡ് ക്ലംപ്സ് ഓഫ് ദി സോയിൽ. ടേക്ക് സം വാട്ടർ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംപ്സ് ഇൻ ഇറ്റ്. അതായത് ഡ്രൈഡ് ക്ലംപ്സ് എന്ന് പറഞ്ഞാൽ മൺകട്ടകൾ എന്നാണ് പറയുക. അതായത് ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക, ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മൺകട്ടകൾ ഇടുക. എന്താണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താവും നിരീക്ഷിക്കുക? There was air inside the small holes in the clumps of the soil. When water entered these holes, the air in them came out. The air is lighter than water, so it rose up in the form of bubbles. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതുപോലെ നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഡ്രൈഡ് ആയിട്ടുള്ള മൺകട്ടകൾ ഇടുക. മൺകട്ടകൾ ഇടുമ്പോൾ എന്താണ് അതിൽ കാണുന്നത്? എന്തായിരിക്കും കാണുക? അതായത് ഈ വെള്ളത്തിലേക്ക് ഉണങ്ങിയ മൺകട്ടകൾ ഇടുമ്പോൾ മൺകട്ടകളിൽ നിന്ന് കുമിളകൾ ഉയർന്നു പൊങ്ങി വരുന്നത് കാണാം. മൺകട്ടകളിലേക്ക് വെള്ളം അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലെ വായു പുറത്തേക്ക് വരുന്നതാണ് ഈ കുമിളകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മണ്ണിൽ എന്തുണ്ട്? വായു ഉണ്ടല്ലേ. എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. നെക്സ്റ്റ് ആണ് വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിൽ വെള്ളമുണ്ടോ? നമുക്കതൊന്ന്, മണ്ണിൽ ജലാംശമുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ ചെയ്യണ്ടേ? കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 minutes. അതായത് ഒരു ജൈവ വൈവിധ്യോദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചിട്ട് ഒരു സുതാര്യമായി കുപ്പിയിലാക്കുക. കുപ്പി അടച്ച് വെയിലത്ത് വെക്കുക. 10 minutes കഴിഞ്ഞിട്ട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉണ്ടാവാന്ന് നമുക്ക് നോക്കാം. There are small drops of water in the inner side of the wall of the bottle. The soil in the bottle become hot in the sunlight. Then the water in the soil came out as vapor and stuck on the wall of the bottle. There is water in the soil. അതായത് നമ്മൾ കുപ്പിയിൽ എന്താ പറയുക, പൂന്തോട്ടത്തിലേക്ക് കുറച്ച് മണ്ണ് ശേഖരിച്ചിട്ട് ആ ചില്ല് കുപ്പിയിൽ പകുതിയായിട്ട് മണ്ണ് നിറച്ച് വെക്കുക. എന്നിട്ട് കുപ്പി അടച്ചിട്ട് വെയിലത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് മാറ്റാണ്? 10 minutes കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കുപ്പിയുടെ വശങ്ങളിൽ ഈ വെള്ളത്തിൻ്റെ കണങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് എങ്ങനെ ഇത് വന്നേ? വെയിലിൻ്റെ ചൂടേൽക്കുമ്പോഴും മണ്ണിലെ ജലകണങ്ങൾ ബാഷ്പമായിട്ട് മാറിയിട്ട് കുപ്പിയുടെ വശങ്ങളിൽ ഒട്ടിപ്പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ മണ്ണിൽ വെള്ളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ബയോമാസ് ഇൻ ദ സോയിൽ. ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവാംശം, മണ്ണിലെ ജൈവാംശം. മണ്ണിൽ ജൈവാംശമുണ്ടോ, മണ്ണിൽ ബയോമാസ് ഉണ്ടോ എന്ന് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ്: ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. പോർ വാട്ടർ ഇൻ ടു ദിസ് ആൻഡ് മിക്സ് ഇറ്റ് വെൽ. അതായത് നമ്മൾ പൂന്തോട്ടത്തിൽ നിന്നോ അതായത് ഗാർഡനിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് മണ്ണ് എടുത്തിട്ട് ആ മണ്ണ് ഒരു പാത്രത്തിൽ നിറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. Dead and decaying plant parts and the decaying body of creatures separate from the soil. Some particles will settle at the bottom of the soil in the glass of the water. അതായത് ഇതിലെന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? അതായത് മണ്ണിലെ ജൈവാംശം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? മരച്ചോട്ടിൽ നിന്നോ പൂന്തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗാർഡനിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് മണ്ണ് ശേഖരിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 3/4 ഭാഗത്തുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ? അതായത് അതിൽ മണ്ണിൽ അടിഞ്ഞു ഒഴിക്കുന്ന കരിയിലകൾ, മരക്കഷ്ണങ്ങൾ തുടങ്ങിയ വസ്തുക്കളൊക്കെ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മണ്ണിൽ കുറേ വസ്തുക്കളുണ്ട് വെയിറ്റ് ഉള്ളത്, അതൊക്കെ ഗ്ലാസിൻ്റെ അടിയിലേക്ക് അടിഞ്ഞു കൂടിയിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് കാണാം. അപ്പം മണ്ണിൽ എന്തുണ്ട്? ബയോമാസ് ഉണ്ട്. മണ്ണിൽ എന്തുണ്ട്? ബയോമാസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ.
ഇനി ബയോമാസ് എന്താണ് നമുക്ക് നോക്കാം. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമെയിൻസ് ഓഫ് ക്രീച്ചേഴ്സ് എക്സെട്ര. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ soil rich with more biomass. Soil with biomass is the food of earthworms. അതായത് ഉണങ്ങിയ ഇലകൾ, കമ്പ് കഷ്ണങ്ങൾ, ജീവികളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ അടങ്ങിയതാണ് എന്ത് ജൈവാംശം അഥവാ ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജൈവാംശം കൂടുതലായുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. മണ്ണിനുള്ളിൽ കഴിയുന്ന മണ്ണിരയുടെ ആഹാരം ഈ ജൈവാംശമുള്ള മണ്ണാണ്. മനസ്സിലായോ? ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. Where is the soil with more biomass in your home surroundings? Find out. അതായത് നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പരിസരത്തൊക്കെ കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് എവിടെയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പല ഭാഗത്തു നിന്നൊക്കെയുള്ള മണ്ണെടുത്തിട്ട് നിങ്ങളിതുപോലെ നിറയെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബയോമാസുള്ള മണ്ണ് ഇതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഏറ്റവും നല്ല മണ്ണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെയാണ് കൂടുതൽ വളരുക, ചെടികളൊക്കെ നന്നായിട്ട് വളരുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മണ്ണില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ സാധിക്കില്ല. മണ്ണ് അത്യാവശ്യമാണല്ലേ. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിക്കേണ്ടത് ആരാണ്? നമ്മളാണല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മണ്ണിനെ അറിയാം, മണ്ണിനെ സ്നേഹിക്കാം, മണ്ണ് സംരക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ലെറ്റ്സ് അസസ് വിലയിരുത്താം എന്നുള്ള പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. ഇവിടെ ഒരു കൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ആൻഡ് സോയിൽ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പോണൻസ് ഇൻ ദ സോയിൽ, ക്രീച്ചേഴ്സ് ഇൻ ദ സോയിൽ, വാട്ടർ സോഴ്സസ്, യൂസസ് ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ ഓരോ പട്ടികയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ടേബിളായിട്ട് കൊടുത്തത്. നിങ്ങൾ കൺസെപ്റ്റ് മാപ്പ് പോലെ വരച്ചിട്ട് ഇതുപോലെ കൊടുക്കണം. ടീച്ചർ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ കള്ളിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഓരോന്നിൻ്റെയും പേര് എഴുതിയിട്ട് ഇതുപോലെ കമ്പോണൻസിന് എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്, എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണുള്ളത്, വാട്ടർ സോഴ്സ് ഏതൊക്കെയാണ്, നമ്മൾ വാട്ടർ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, അതൊക്കെ എഴുതിയിട്ട് ഇതുപോലെ കൺസെപ്റ്റ് മാപ്പ് ഫില്ല് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ റിവർ സൈഡ് ടു പ്ലേ. ദേ ത്രൂ എ സ്വീറ്റ് റാപ്പേഴ്സ് ഇൻ ടു ദ വാട്ടർ. ദ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ് ദം ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു us just as your home to you. Do you agree with this opinion? Why? What should we do to protect the water sources? അതായത് കുട്ടനും കൂട്ടുകാരും കളിക്കാനായിട്ട് നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ നദിയിലെ ആ മീൻ അവരോട് പറയാണ്, നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി എന്ന് പറയാണ്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടല്ലേ? ഫിഷ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതായത് നമുക്ക് വീട് പോലെ തന്നെയാണ് അവർക്ക് അവരുടെ നദി അല്ലേ? അപ്പോൾ ദ വാട്ടർ ബോഡി ഈസ് ഹോം ടു ദ ഫിഷ്. വേസ്റ്റ് ഇൻ ദ വാട്ടർ ബോഡി ഹാം ടു ദ ഫിഷസ്. ആ വേസ്റ്റുകളൊക്കെ എന്താണ്? ഫിഷിന് ഹാംഫുൾ ആണല്ലേ? ദേ ഹാവ് ടു റൈറ്റ് ടു ലീവ് ഓൺ ദ എർത്ത് ആസ് ഹ്യൂമൻ ഹാവ്. അതായത് നമുക്ക് ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിക്കാവുന്ന പോലെ തന്നെ അത്രയും അവകാശം അവർക്ക് അവിടെ ജീവിക്കാനുള്ളതുണ്ട് അല്ലേ? ഫിഷസ് ആർ റൈറ്റ്ഫുൾ ഹേഴ്സ് ഓഫ് ദി വാട്ടർ ബോഡീസ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലുള്ള വേസ്റ്റുകളൊന്നും അവിടെ വലിച്ച് എറിയാൻ പാടില്ല അല്ലേ? അപ്പോൾ ജലസ്രോതസ്സുകൾ സുരക്ഷിതമാവണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പ്രൊട്ടക്റ്റ് അവർ വാട്ടർ സോഴ്സ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വാട്ടർ സോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. കീപ്പ് വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട്സ്, വെൽസ്. ഓക്കെ, എന്തൊക്കെയാണ്? കീപ്പ് വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട്സ് ആൻഡ് വെൽസ് ക്ലീൻ ബൈ ഹാവിംഗ് വാൾസ് ആൻഡ് ഫെൻസസ് അറൗണ്ട് ദം. ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്. ഡോണ്ട് വാഷ് ആനിമൽസ് ഇൻ വാട്ടർ ബോഡീസ്. Don't harm creatures that live in water. Don't fill water bodies with the soil. Arrange convenient and safe ways of collecting water from the water bodies.
എന്തൊക്കെയാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുക? ജലാശയങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, ജലാശയങ്ങൾ വൃത്തിയായി സംരക്ഷിക്കുക, ജലജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, അതുപോലെ ജലാശയങ്ങൾ മണ്ണിട്ട് നികത്താതിരിക്കുക, അതുപോലെ ജലാശയങ്ങളിൽ ജലം ശേഖരിക്കാൻ സൗകര്യമൊരുക്കുക. ഇതൊക്കെ നമുക്ക് ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ എനർജിയോടുകൂടി കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.